ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റായിരുന്നു, പെർമനൻറ്റ് വേക്കൻസി ആയിരുന്നു. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്തതാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു 3 വീക്സ് ആണ്, ഒരു 3 ആഴ്ച മുൻപാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻകം ടാക്സ് ഇതിൽ 10ാം ക്ലാസ് ആയിരുന്നു യോഗ്യത. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണ് റിട്ടൺ എക്സാമിനേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് ഞാൻ കാണിക്കാം. ഇതാണ് ആ ഷോർട്ട് ലിസ്റ്റ്. നിങ്ങൾക്കൂടെ കാണാം. ഇത് വന്നിരിക്കുന്നത് 1/10/2024 അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് 2/10. ഇന്നലെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷന് നടക്കുന്നത് 6/10/2024 ചെന്നൈയിൽ വെച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇതിൽ എടുത്തിരിക്കുന്നത് ഏകദേശം ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നവർക്ക് എക്സാം എഴുതാവുന്നതാണ്. 450 ഉദ്യോഗാർത്ഥികളാണ് അവർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 500 ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ ഷോർട്ട് ലിസ്റ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 500 ഉദ്യോഗാർത്ഥികളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ നോക്കുക. നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നേരത്തെ നോട്ടിഫിക്കേഷൻ്റെ ആ പേജിലേക്കായിരിക്കും നമ്മുടെ വെബ്സൈറ്റാണ്. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഇവിടെ ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുക്കുക. നിങ്ങൾ ഓപ്പൺ ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ ആ ഒരു ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ കോൾ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിവിടെ കാണിച്ച ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ സൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷനുള്ള ഷോർട്ട് ലിസ്റ്റാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷന് എലിജിബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ എലിജിബിൾ അല്ല എന്നുള്ള കാര്യം ഉൾക്കൊള്ളുക. കാരണം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അവർ എക്സാം എഴുതാൻ അനുവദിക്കുന്നില്ല. അവർ നിശ്ചിതമായുള്ള മാർക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുക എന്ന് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6/10 എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെന്നൈയിലാണ് എക്സാം സെൻറ്റർ. അപ്പോൾ ആ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ കോൾ ലെറ്റർ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് വെന്യൂ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇതിനനുസരിച്ച് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക്